ഇന്ന് ഇലക്ഷൻ ചാനലിൽ എന്നോടൊപ്പം ചേരുന്നത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ മനു ഭരത്താണ്. മനു, ഈ സമ്മേളന കാലയളവിൽ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ചില മന്ത്രിമാർ ഉൾപ്പെടെ ഈ ഏകീകൃത സിവിൽ കോഡ് ഞങ്ങൾ ഉടൻ നടപ്പിലാക്കും എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബില്ലുകൾ അപ്രതീക്ഷിതമായി സഭയിൽ വന്നേക്കുമോ എന്ന് പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം സംശയമുണ്ടായിരുന്നു. അതൊന്നും സംഭവിച്ചില്ല. എന്നാൽ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയിലേക്ക് വന്നു എന്നുള്ളതാണ്. അത് ഒരു രാഷ്ട്രീയ വിഷയമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. അങ്ങനെ സംഭവ ബഹുലമായ 5 വർഷത്തെ സഭാ സമ്മേളനങ്ങൾക്ക് ഇന്നത്തേത് കൂടി പരിസമാപ്തിയാവുകയാണ്. പൊതുവെ എങ്ങനെയാണ് ഈ കാലയളവിനെ വിശേഷിപ്പിക്കേണ്ടത്? അഭിലാഷ് സൂചിപ്പിച്ച ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവർ വോട്ട് ചെയ്യുന്ന പ്രതിനിധി ചിലപ്പോൾ ഒരു പക്ഷേ സർക്കാരിൻ്റെ ഭാഗമാകില്ല. പക്ഷേ കൂട്ടായ ജനാധിപത്യത്തിൽ എല്ലാവരുടെയും ശബ്ദങ്ങൾക്ക് ഒരു പ്രാധാന്യമുണ്ടാകുമെന്ന് കരുതി ആണ് നമ്മൾ ഒരു പക്ഷേ കേന്ദ്രത്തിൽ ഭരണത്തിലില്ലാത്ത ഒരു പാർട്ടിയുടെ കൂടി സ്ഥാനാർത്ഥികളെയൊക്കെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ ഈ തവണത്തെ നമ്മുടെ പാർലമെൻറ്റിലെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ ആശ്ചര്യം ജനിപ്പിക്കുന്നതാണ്. മൊത്തം 217 സിറ്റിങ്ങുകളാണ് ലോക്സഭയിൽ നടന്നിട്ടുള്ളത്. ഒന്ന് ഓർത്തു നോക്കൂ, 1952-57 കാലഘട്ടത്തിലെ ആ മന്ത്രിസഭ 677 സിറ്റിങ്ങുകളാണ് നടത്തിയിരുന്നത്. ഇപ്പം അത് രാജ്യസഭ 271 ആയിരിക്കുന്നു, ലോക്സഭ 217 ആയിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയൊരു 6th ലോക്സഭ നമ്മുടെ ജനതാ സർക്കാരിൻ്റെ കാലയളവിൽ ഉണ്ടായിരുന്നു. അത് 1977 മുതൽ 79 വരെ നടന്ന ആ സഭ. അതിൽ പോലും 267 സിറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അടൽ ബിഹാരി വാജ്പേയിൻ്റെ 88 സിറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ ഏറ്റവും കുറഞ്ഞ സമയം ഉള്ള ഒരു 13 മാസത്തെ ഒരു ഇതുണ്ടായിരുന്നു. അതിൽ പോലും 88 സിറ്റിങ്ങുകൾ ഉണ്ടായി എന്നതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രാഥമികമായി ഇതിൻ്റെ കണക്കുകൾ നിരാശപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള ബജറ്റ് സെഷനിൽ നമ്മൾ നോക്കിയാൽ 345 മണിക്കൂർ സഭ പ്രവർത്തിച്ചു, 387 മണിക്കൂർ സഭ പ്രവർത്തിച്ചില്ല. അത് ഈ സഭ പ്രക്ഷുബ്ധമായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നാണ്. പക്ഷേ ആത്യന്തികമായി ഇവരെല്ലാം പറയുന്നത് നമുക്ക് 100% അറ്റൻഡൻസ് അല്ലെങ്കിൽ 100% ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി സഭയ്ക്കുണ്ടായി. 6-7 സെഷനുകളിൽ മുഴുവൻ ആളുകൾ പങ്കെടുക്കുന്ന ഒരു 7 സെക്ഷനിൽ 100% പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നൊക്കെയാണ്. പക്ഷേ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇത് വളരെ ഗൗരവപൂർവ്വം വീക്ഷിക്കണം. 2019-24 നമ്മൾ 331 സിറ്റിംഗ് നടത്തി, അതിന് മുന്നേ 356 സിറ്റിംഗ് നടത്തി. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു വരികയാണ്. 677 നിന്ന് അത് കുറഞ്ഞ് 217 എത്തിയിരിക്കുന്നു എന്നതാണ്. എന്തായാലും നമ്മൾ ഇന്ന് ഈ പരിശോധിക്കുന്നത് 17ാം ലോക്സഭാ നടപടികൾക്ക് സമാപനമാകുമ്പോൾ ഇന്ന് സഭയിൽ നടന്ന പ്രധാനപ്പെട്ട വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു, സംഭവവികാസങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം അതൊരു വിടവാങ്ങലിന് തുല്യമാകുന്ന പ്രസംഗമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്തുമെന്ന വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് BJP ഈ പാർലമെന്റ് സമ്മേളനത്തിന് തിരശീല വീഴ്ത്തിയത്. അവിടെ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത് എന്നാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഈ 5 വർഷം കൊണ്ട് സർക്കാരിന് സാധിച്ചു. അത് പരിഷ്കരണം, പ്രകടനം, പരിവർത്തനം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മനു, പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു അടുത്ത ഒരു 5 വർഷത്തേക്കുള്ള ടേം വെച്ചല്ല അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും ഒരു വികസിത രാജ്യമായി ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് കൺട്രിയാക്കി മാറ്റുന്ന ഒരു കാലയളവ് 2047 വരെ ഉള്ളൊരു പീരീഡിനെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്നും അത് ആവർത്തിച്ചു. അടുത്ത 25 വർഷം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ് ഇത്. പിന്നെ സ്വാഭാവികമായും ആ പ്രയോഗങ്ങളുണ്ടല്ലോ,
എക്സ്പിരേഷൻസ്, എക്സ്പെക്ടേഷൻസ്, ഡ്രീം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം ഇന്ന് നടത്തിയിരിക്കുന്നു. റിഫോം, ട്രാൻസ്ഫോം, പെർഫോം എന്ന അദ്ദേഹത്തിൻ്റെ പഴയ പ്രയോഗം ഇന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപക്ഷെ ഈ പ്രസംഗത്തിൽ പോലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വളരെ സുദീർഘമായൊരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ എന്ന തരത്തിൽ പലതും എണ്ണി പറയുന്നു. അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ലോക്സഭാ സ്പീക്കറെ വലിയ തോതിൽ അന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ലതായിരുന്നു എന്ന് പ്രശംസിച്ചു. മായാത്ത ചിരിയൊക്കെയുണ്ട്, സഭയെ ക്ഷമയോടെ നിയന്ത്രിച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് ഇന്ന് അവസാനിപ്പിച്ചു. പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഇഷ്ടം പോലെ സസ്പെൻഷൻ അടിച്ചു കൊടുത്തൊരു സ്പീക്കർ കൂടിയാണ്. അതെ. ഏതായാലും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ചില ആളുകളെ, പ്രതിപക്ഷത്തുള്ള ആളുകളെ എല്ലാം ഒപ്പം ഇരുന്ന് അവർക്കൊപ്പം ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഇതിന്റെ അപ്പൊ അവസാന നിമിഷം അത് പരമാവധി മനോഹരമാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെ, റൈറ്റ്. എന്തായാലും ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ പ്രധാനമന്ത്രി നല്ലൊരു വാഗ്മി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം, പ്രത്യേകിച്ച് ഹിന്ദി ഭാഷയിലുള്ള പ്രസംഗം, അത് അതിമനോഹരമാണ്. സഭയ്ക്കകത്താണ് എങ്കിലും പുറത്താണ് എങ്കിലും. മനു, ഒരുപക്ഷെ ഇന്ന് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരുതി ഈ സാവധാനം തുടങ്ങി അവസാനം ഒരു കൂട്ടപ്പൊരിച്ചിലേക്ക് പോകുമെന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. പൊതുവെ വൈകാരികമായ വളരെ ശാന്തമായ ഒരു പ്രസംഗമായിരുന്നു. അതിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞത് നിരവധി തലമുറകൾ കാത്തിരുന്ന തീരുമാനങ്ങളാണ്. അതായത് ഈ 5 വർഷത്തെ പരിഷ്കരണത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് നിരവധി തലമുറകൾ കാത്തിരുന്ന തീരുമാനങ്ങളാണ് ലോക്സഭ എടുത്തത് എന്നുള്ളതാണ്. അതും പ്രധാനപ്പെട്ടതാണല്ലോ മനു. അതെ, ഇപ്പോൾ BJP ജനങ്ങൾക്ക് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിൽ വെക്കാൻ പോകുന്നൊരു പ്രധാന വിഷയം, ഇപ്പോൾ ആർട്ടിക്കിൾ 370 റദ്ദാക്കാൻ എത്രയോ മുമ്പ് നമുക്ക് കഴിയുമായിരുന്നു. പക്ഷേ അതിന് ഒരു ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഉണ്ടായില്ല. ഇതാണ് ഇനിയിപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നടപ്പിലാക്കേണ്ട പല കാര്യങ്ങളും. അതാണ് അദ്ദേഹം പറഞ്ഞത്, പതിറ്റാണ്ടുകളായി ജനങ്ങൾ കാത്തിരിക്കുന്ന പലതും നടപ്പിലാക്കി. അതുപോലെ തന്നെ സുപ്രധാനമായൊരു വിഷയമാണ് വനിതാ ബില്ല്. സ്വാഭാവികമായും ഈ വനിതാ ബില്ല് തീർച്ചയായും നമുക്ക് ആ ഡീറ്റെയിൽ കൂടി, ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആയിരുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഫുൾ സ്ക്രീനിൽ കണ്ടത്. നമുക്ക് സ്വാഭാവികമായും അത് അടുത്ത വീഡിയോ വാളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആർട്ടിക്കിൾ 370 തൽക്ഷണ മുത്തലാഖ്, വനിതാ സംവരണം, അല്ലേ? അതെ. മാത്രമല്ല അദ്ദേഹം G20 കൂടി എടുത്ത് ഇന്ന് പരാമർശിക്കുകയും ചെയ്തു. അപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി. അപ്പം നമ്മളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു ലോകത്തിന് മുന്നിൽ ഒരു അവസരം എന്ന തരത്തിൽ അദ്ദേഹം അതിനെ ഉയർത്തി കാണിച്ചു. ഇതാകട്ടെ മറ്റു പല നേതാക്കളും പാർലമെന്റിന് പുറത്തും കോൺഗ്രസിന് ഇതുപോലെ അവസരങ്ങൾ കിട്ടിയിരുന്നു. ഫോർ എക്സാമ്പിൾ അന്ന് നടന്ന ഗെയിംസ്, അതിൽ കോമൺവെൽത്ത് ഗെയിംസ്. പക്ഷേ ആ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഭാഗമായി നമുക്ക് പിന്നീട് വലിയ അപമാനമാണ് ഉണ്ടായതെന്നും, കാരണം അത് വലിയ അഴിമതിയാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടായത്. അഭിലാഷിനൊക്കെ ഓർമ്മയുണ്ടാവും, അന്ന് കൽമാടിയൊക്കെ ഇത് സംബന്ധിച്ച പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് പകരം G20 എന്നൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയപ്പോൾ അത് ഇന്ത്യയുടെ പ്രശസ്തിയും ഇന്ത്യയുടെ കഴിവുമൊക്കെ ഉയർത്തി കാണിക്കുന്നതിന് പ്രയോജനപ്പെടുത്തി എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു വാദം. ഏതായാലും 2-3 വിഷയങ്ങൾ, ഇത് അവസാനത്തിൽ പാർലമെന്റിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും ഈ സാമ്പത്തികാവസ്ഥ, വികസനം, അയോധ്യ, 3 വിഷയങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ പ്രചരണത്തിന് ഇറങ്ങുമെന്ന സൂചനയാണ് ഇപ്പൊ നമുക്ക് പാർലമെന്റിൽ നിന്ന്. ഈ മനു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രധാനപ്പെട്ട വിഷയം തീവ്രവാദം എന്നുള്ളതായിരുന്നു. അത് നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ ഉറി, പത്താൻകോട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ജമ്മു കാശ്മീരിൽ 40-ലധികം ധീര ജവാന്മാർക്ക് വിട പറയേണ്ടി വന്ന ഒരു സാഹചര്യം. അതൊക്കെ വലിയ തോതിൽ ചർച്ചയായ ഒരു വർഷമായിരുന്നു, അല്ലെങ്കിൽ കാലഘട്ടമായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന്റെ അവസാന ദിനവും ഈ ഭീകരതയുമായി ബന്ധപ്പെട്ട വിഷയം പ്രധാനമന്ത്രി ഊന്നിക്കാണിക്കുകയുണ്ടായി. മനു, അതെ, ഭീകരതയ്ക്ക് എതിരെ കർശനമായ ഒരു നടപടി സ്വീകരിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു. അത് ഈ ദേശസുരക്ഷയും BJPയുടെ ഒരു വലിയ ഇലക്ഷൻ അജണ്ടയാണ്. അതുകൂടിയാണ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ ദേശസുരക്ഷ എന്നത് ഭീകരതയ്ക്കെതിരെ ശക്തമായ നിയമങ്ങളുണ്ടാക്കി ഇരകൾക്ക്, ഇത്തരം ഭീകരതയുടെ ഇരയാകുന്നവർക്ക് അത് ആശ്വാസവും ആത്മവിശ്വാസവും ഒരുപോലെ നൽകും. അങ്ങനെ വരുമ്പോൾ ഈ തീവ്രവാദം കുറച്ചു കാലങ്ങൾ കൊണ്ട് തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം, തീവ്രവാദത്തെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ കഴിയും എന്ന ആ ഒരു പ്രതീക്ഷയും അദ്ദേഹം ഈ പ്രസംഗത്തിൽ മുന്നോട്ട് വെച്ചു.